അതുവഴി കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളെ പോലും വിലവെക്കാതെ, മാതാപിതാക്കളെ പോലും വിലവെക്കാത്ത ഒരു യുവതലമുറയായി ഈ സമൂഹം മാറുന്നു. അതെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ മദ്രസ പഠനം എത്രത്തോളം സമൂഹത്തിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളത് ഖുർആനിന്റെയും ഹദീസിന്റെയും നമ്മൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ വ്യക്തിയും ജീവിച്ചാൽ ഈ സമൂഹത്തിൽ നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. ശരിക്കും ഇസ്ലാമികമായ ആദർശങ്ങൾ ഖുർആനും ഹദീസും വ്യക്തമായി നമ്മൾ പഠിച്ചാൽ തന്നെ സമൂഹത്തിന് വേണ്ട നന്മകൾ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും കോർത്തിണക്കിയുള്ളതാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളെല്ലാം. പ്രവാചകൻ നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. സമൂഹത്തിന് നന്മയുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളെ കുട്ടികളിലൂടെ ആ നന്മ സമൂഹത്തിലെത്തണം. നമ്മൾ ഒട്ടനവധി ഇപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ കുട്ടികൾക്കും വളരെ തിരക്കാണ്. സ്കൂൾ വിദ്യാഭ്യാസം, അതുപോലെ അവർക്ക് ട്യൂഷനുകൾ, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മദ്രസ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഒരു കൂട്ടായ നന്മ നമ്മൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. യഥാർത്ഥമായ വിശ്വാസം മുറുകെ പിടിച്ച് മറ്റു മതസമൂഹങ്ങളെ കൂടി നമ്മളെ ചേർത്ത് നിർത്തി അവരെ കൂടി ഈ നന്മയിൽ പങ്കാളികളായി മാറ്റാൻ ഈ മദ്രസ പഠനങ്ങളെല്ലാം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അധികമായി കടന്നു പോകുന്നില്ല. ഇവിടെ ഉയർന്ന മാർക്കോട് വിജയിച്ച കുട്ടികൾക്ക് പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിൽ നമുക്ക് കൂടുതൽ അറിവ് നേടാനുള്ള എല്ലാ അനുഗ്രഹവും സർവശക്തൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSLCയിൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ മെമ്പറായ കബീറിന്റെ, അതുപോലെ നമ്മുടെ കുട്ടികളെ, ഇനി വളർന്നു വരുന്ന കുട്ടികളെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി ഈ വർഷത്തെ പൊതുപരീക്ഷയിൽ നമ്മുടെ മദ്രസയിൽ നിന്നും അതിൽ കൂടുതൽ ഇതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ അധ്യാപകരും ടീച്ചർമാരും അതുപോലെ രക്ഷാകർത്താക്കളും മാനേജ്മെൻറ്റ് എല്ലാം വളരെ ആത്മാർത്ഥമായി അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ രക്ഷാകർത്താക്കളും കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാം ഒരുമിച്ച് കൈകോർത്ത് जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि गंगा तब शुभ नागे जागे तब शुभ माहिष मांगे दागे तब जय गादा जनगण